പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. കോതമംഗലം സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട പട്ടയ വിതരണം ഓണത്തിനു മുമ്പ് സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA. കോതമംഗലം സ്പെഷ്യൽ ഓഫീസിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട പട്ടയ വിതരണം ഓണത്തിനു മുമ്പ് സംഘടിപ്പിക്കുമെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പട്ടയ അസംബ്ലി കോതമംഗലം മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ വെച്ച് ആന്റണി ജോൺ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഒന്നാം ഘട്ടത്തിൽ 1000-ഓളം പട്ടയങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പട്ടയ പ്രശ്നങ്ങളും കഴിഞ്ഞ പട്ടയ അസംബ്ലിയുടെ ഭാഗമായുള്ള പട്ടയ പ്രശ്നങ്ങളുടെ പുരോഗതിയും യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ തഹസിൽദാർ ഗോപകുമാർ AN, നഗരസഭാ ചെയർമാൻ ടോമി എബ്രഹാം, വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റി സാജു, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ്, കുട്ടമ്പുയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, വിവിധ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോതമംഗലം താലൂക്കിൽ 5000-ലധികം പട്ടയങ്ങൾ നൽകുന്നതിനുള്ള നടപടികളാണ് നടന്നുവരുന്നതെന്ന് MLA പറഞ്ഞു. പൊതുമരാമത്ത് റോഡുകൾക്ക് സമീപത്തായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾ, അത് ഒരുപാട് വർഷങ്ങളായി പട്ടയത്തിനായി കാത്തിരിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ആ വിഷയമടക്കം നമ്മൾ ആ ഘട്ടത്തിൽ റോഡിന് ആവശ്യമായ വീതി നിശ്ചയിക്കുകയും അതിന്റെ തുടർച്ചയിൽ ബാക്കി ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടമ്പുഴയിലടക്കം വേറെ ആളുകൾക്ക് നമുക്ക് ആ ഘട്ടത്തിൽ പട്ടയം കൊടുക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോ അതിന്റെ തുടർച്ചയാണ് നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാനത്തിൽ 2020 ഇവിടെ ജണ്ടയ്ക്ക് വെളിയിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട് കൈവശ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടയം കൊടുക്കുന്ന നടപടികൾക്ക് വേണ്ടി ഗവൺമെന്റ് ഉത്തരവിറക്കിയെങ്കിലും കോതമംഗലം താലൂക്കിലെ പ്രധാന പട്ടയ പ്രശ്നങ്ങളായ ജണ്ടയ്ക്ക് വെളിയിലെ കൈവശം, കല്ലേലിമേട്, മണികണ്ഠൻചാൽ പ്രദേശങ്ങളിലെ ഹിൽമെന്റ് സെറ്റിൽമെന്റ് എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഭൂമി പതിവ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നതെന്നും ഓരോ സമയത്തും ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്തുന്നതുമാണെന്നും MLA അറിയിച്ചു. സ്പെഷ്യൽ തഹസിൽദാർ പട്ടയ നടപടികളുടെ പുരോഗതി വിശദീകരിച്ചു. വടാട്ടുപാറ, വാമലക്കണ്ടം പ്രദേശങ്ങളിൽ സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായും നേര്യമംഗലത്ത് തൊട്ടടുത്ത ദിവസം സർവേ നടപടികൾ ആരംഭിക്കുന്നതാണെന്നും സ്പെഷ്യൽ തഹസിൽദാർ സജീവ് R അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.